ജീവിതം ആസ്വദിക്കണമെങ്കിൽ ഹാപ്പി ജീവിതം ആസ്വദിക്കണമെങ്കിൽ നമ്മുടെ ബ്രെയിൻ അതായത് നമ്മൾ രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് ഇപ്പൊ ചില ആൾക്കാർ പറയും, സാർ എനിക്ക് ഉറക്കം വളരെ കുറവാണ്, ഉറങ്ങണം എന്ന് ആഗ്രഹമുണ്ട്, സമയമില്ല. ബട്ട് ഇതിന് കറക്റ്റ് ഉള്ള ഒരു മറുപടി എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ സമീർ സാറ് ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് നമുക്ക് പലതരത്തിലുള്ള സപ്ലിമെന്റ് നമുക്ക് തന്നിട്ടുള്ളത്. നിങ്ങൾ ആലോചിക്കുക, സപ്ലിമെന്റ് പലതരത്തിലുള്ള സപ്ലിമെന്റ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോ ഇവിടെ നിങ്ങൾ നോക്കുക, ബ്രെയിൻ ഇതാ ഇവിടെ നോക്കുക, സ്ലീപ്പ് സപ്പോർട്ട് എന്നൊരു പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത് ഉറക്ക് എല്ലാവർക്കും കഴിക്കേണ്ട ഒരു സാധനമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഹോർമോണിന്റെ ഉൽപാദനം നമുക്കറിയാം, അത് വന്ന് കൃത്യമായിട്ട് നമ്മുടെ ബ്രെയിനിനെ അരിച്ച് വൃത്തിയാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യണമെങ്കിൽ ഒരു ഉറക്കം വേണം. ആ ഉറക്കിന് ഒരു ഒരു നമുക്ക് അശ്വഗന്ധ പോലുള്ള കാര്യങ്ങളൊക്കെ ഞാനത് പറയുന്നുണ്ട്. അത്രയും അത്രയും നമ്മുടെ ബ്രെയിനിനെ സപ്പോർട്ട് ചെയ്യുന്ന, ഉറങ്ങാൻ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു ജൈവ ഘടികാരത്തിന്റെ ആ ഒരു സിസ്റ്റം കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാനാണ് നമുക്ക് ഈ സ്ലീപ്പ് സപ്പോർട്ട് നമുക്ക് തന്നിട്ടുണ്ട്. രാത്രി ഒരു ഒരു 9 മണിക്ക് ഒരു 9:30 സമയമാകുമ്പോൾ തന്നെ ഒരു സ്ലീപ്പ് സപ്പോർട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു സുഖനിദ്ര, രാവിലെ എഴുന്നേൽക്കാനുള്ള കാര്യങ്ങൾ ഒക്കെ ഇതൊന്നും ഒരു മെഡിസിൻ അല്ല. ഇപ്പൊ ഇന്ന് നമുക്കറിയാം, നമുക്ക് ഒരു ഉറക്കത്തിന്റെ ലേശം ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഡോക്ടറെ അടുത്തേക്ക് പോകും. ഡോക്ടറെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ഡോക്ടറോട് പറയും ഉറക്കം കുറച്ച് കുറവുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്ടറും ഉറക്ക ഗുളിക തരില്ല. അവര് തരുന്നത് കംപ്ലീറ്റും നിങ്ങളുടെ ഈ മാനസിക ടെൻഷനുള്ള സാധനമാണ് തരിക, ആങ്സൈറ്റിക്കുള്ള സാധനമാണ് തരിക. നിങ്ങൾ നോക്കാം, ഡോക്ടർ ഏത് ആങ്സൈറ്റി 2.5, ആങ്സൈറ്റി 5 എന്നൊക്കെ പറയുന്നതും എല്ലാം തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നം. അതുപോലെ അൽപ്രസോളാം എന്ന് പറയുന്ന ടാബ്ലറ്റ് ഒക്കെ നിങ്ങൾക്ക് തരുന്നത് ഇത്തരത്തിലുള്ള ഉറങ്ങാത്ത മാനസിക വിഭ്രതയ്ക്ക് കൊടുക്കുന്നതാണ്. ഇനി രണ്ടാമത് ഉറക്ക ഗുളിക കൊടുക്കുന്നത് എന്ന് പറയുന്നത് സൈക്കാട്രിസ്റ്റ് പേഷ്യന്റ് ആണ്. കാരണം അവർക്ക് സൈക്കാട്രിസ്റ്റ് പേഷ്യന്റ് എന്താണ്, അവരെ സംബന്ധിച്ചിടത്തോളം ഉറക്കിയിട്ടില്ല എങ്കിൽ അത് പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് രാവിലെ തൊട്ടിട്ട് ഒരു ദിവസം ഫുള്ളും 2 ദിവസം ഫുള്ളും ഉറങ്ങാനുള്ള ഗുളികകൾ, നിട്രസപ്പാൻ പോലത്തെ ടാബ്ലറ്റുകൾ എഴുതി കൊടുക്കും. ഒരിക്കലും ഒരു ഡോക്ടർ മറ്റൊരാൾക്ക് പോലും നിട്രസപ്പാൻ പോലത്തെ ടാബ്ലറ്റ് എഴുതി കൊടുക്കൂല. അതൊക്കെ സൈക്കാട്രിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട മാത്രമേ കൊടുക്കുള്ളൂ. ഇവിടെ നമുക്ക് എന്തൊരു മനോഹരാണെന്ന് നമ്മളെല്ലാവരും അതൊന്ന് കഴിച്ച് സ്ലീപ്പ് സപ്പോർട്ടൊക്കെ കഴിച്ചിട്ട് നമ്മുടെ ആ ഒരു ബ്രെയിനിനെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാനും ഉറക്കുന്ന ആ ടൈം കറക്റ്റ് ആക്കാം. ആ ക്ലോക്കിന്റെ ഒക്കെ ചിഹ്നം കണ്ടില്ലേ, അതൊക്കെ അതിന്റെ ഒരു കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ ഈ ഒരു സപ്പോർട്ട് നമ്മൾ മസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യണം. കാരണം നമ്മുടെ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് തലച്ചോറാണ്. ഒന്നുകൂടി അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ ക്ലീൻ ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്, ക്ലിയർ ആക്കേണ്ടത് നമ്മുടെ കടമയാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മളിത് ബ്രെയിൻ ആക്റ്റീവ് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി നിൽക്കണം. എന്നാൽ മാത്രമേ നമുക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാലോ, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു പുതിയ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ പുതിയൊരു മൊബൈൽ അപ്ഡേഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഒരു പുതിയ മൊബൈൽ കൈമിൽ കിട്ടുന്നുണ്ടാവുമ്പോൾ ഒരു സ്മൂത്ത്നെസ് ഉണ്ടാവുമല്ലോ. അത് മനസ്സിലാക്കണ്ടെങ്കിൽ എന്താണ്, നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ എന്ത് ചെയ്യാം, അടുത്ത നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇവിടെ കണ്ടോ ബ്രെയിൻ ആക്റ്റീവ്. നമ്മൾ എന്താ ചെയ്യുന്നത്, രാവിലെ എഴുന്നേറ്റ് നമ്മളൊരു നമ്മുടെ പുതിയ മൊബൈൽ, ഹാങ് ആയ മൊബൈലിലേക്ക് ഒന്ന് ക്ലിയർ ചെയ്ത് ഒരു പുതിയൊരു അപ്ഡേഷൻ നടത്തുന്നതാണ് ബ്രെയിൻ ആക്റ്റീവ് എന്ന് പറയുന്നത്. ശരിക്കും ഈ ഒരു ബ്രെയിൻ ആക്റ്റീവ് അല്ലാത്ത സമയത്ത് നമുക്ക് പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കുട്ടികൾക്കാണെങ്കിൽ വിക്കിന്റെ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്, അപസ്മാരത്തിന്റെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, നമ്മുടെ ഈ ഓർമ്മക്കുറവ് ഉണ്ടാക്കുന്നുണ്ട്, നമുക്ക് കൂടുതൽ പല കാര്യങ്ങളും ഒരുമിച്ച് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ഒരു നോർമൽ കണ്ടീഷനിൽ ചെയ്യുകയാണെങ്കിലോ, ആലോചിച്ച് നോക്കിയേ, അങ്ങനെ വരുന്നതും ഇങ്ങനെ വരുന്നതും മൊത്തത്തിൽ വരുന്ന പല കാര്യങ്ങളും ഒരുമിച്ച് വരുമ്പോൾ ഉണ്ടാവുന്ന ഹാങ് ആവുന്ന പ്രശ്നങ്ങളിൽ നിന്ന് മാറിയിട്ട് ഒരു ഒരു പ്രശ്നത്തിനെ മാത്രം പരിഹരിച്ചു, അടുത്ത പ്രശ്നത്തിനെ പരിഹരിച്ചു, ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്കൊരു ഹാപ്പി ആയിരിക്കും അല്ലെ, ബ്രെയിൻ ഹാപ്പി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബ്രെയിൻ ആക്റ്റീവ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വരെ, ഒരു 5 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് വരെ കൊടുക്കാൻ പറ്റുന്നതാണ്. കാരണം എന്താണെന്നറിയോ, ഇതിൻ്റെ അകത്ത് ജിങ്കോ ബൈലോബ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട്. കാരണം നമ്മുടെ ഇയർ ബാലൻസ് തെറ്റുന്നതിനൊക്കെ വളരെ ഉത്തമമാണ് ഈ ഒരു ബ്രെയിൻ ആക്റ്റീവ് എന്ന് പറയുന്നത്. കാരണം ചൈനയിലുള്ള 10 വയസ്സുള്ള കുട്ടികൾ മുതൽ അവരുടെ ബ്രെയിനിന്റെ അപ്ഡേഷന് വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചിരിക്കുന്ന ചെടിയുടെ പേരാണ് അല്ലെ ഈ ജിങ്കോ ബൈലോബ എന്ന് പറയുന്നത്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ 200 വർഷം പഴക്കമുള്ള ഈ ചെടി അവർക്ക് അത്രയും ഗുണമേന്മ തരുന്ന, അത് 10 വയസ്സുള്ള കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടുത്തെ 50 വയസ്സുള്ള ആൾക്കാർ ചെയ്യുന്നത്. അപ്പൊ അത്രയും ഗുണകരമായിട്ടുള്ള, ബ്രെയിനിനെ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന, ഇപ്പൊ കുട്ടികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പഠിക്കാനും കാര്യങ്ങളൊക്കെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കുന്ന ബ്രെയിൻ ആക്റ്റീവ് നമുക്കടക്കം ഒന്ന് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിനെല്ലാം നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യും. ഇതൊക്കെ നമ്മൾ ചെയ്തു നോക്കുമ്പോൾ ഒരു
ടാബ്ലറ്റ് വെച്ചിട്ട് 3-4 ദിവസം കഴിക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ മാറ്റം ശരിക്കും മനസ്സിലാവും. ഇതൊക്കെ വെറുതെ പറയുന്നതല്ല, കഴിച്ചിട്ട് നമുക്ക് അനുഭവം അതുപോലെ തന്നെ കൊടുത്തിട്ടുള്ള അനുഭവം ഉണ്ടാ പറയുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ നിർബന്ധമായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ കഴിക്കണം. കാരണം നമ്മുടെ ബ്രെയിൻ അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ഒന്ന് സ്മൂത്ത് ആക്കാനൊക്കെ നമുക്ക് ബ്രെയിൻ ആക്റ്റീവ് വേണം. ശരിയല്ലേ? ആലോചിച്ച് നോക്കിയേ. അപ്പൊ അത് ഡെയിലി ഒരെണ്ണം വെച്ചിട്ട് രാവിലെ ബ്രെയിൻ ആക്റ്റീവ് നമ്മൾ കഴിക്കണം. പിന്നെന്താണ്, അത് അത്രയും ഞാൻ ഈ പറയുന്ന സംഭവം നിങ്ങൾ ഇത് മനസ്സിലാക്കി എടുക്കുക. അപ്പൊ ഇത്തരം പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഈ ഹോർമോണൊക്കെ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ രാത്രികാലം ഉറങ്ങണം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയോ, ഇപ്പൊ ഹാർട്ട് അറ്റാക്ക് വളരെ കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പം കഴിഞ്ഞ ദിവസം എന്നോട് പറയാണ്, സാർ നമ്മള് മദ്യപിക്കുന്നില്ല, നമ്മൾ പുകവലിക്കുന്നില്ല, മറ്റ് ദുശീലങ്ങളൊന്നുമില്ല, എന്നിട്ടും ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഈ പ്രശ്നം ഏത്, രാത്രിയിൽ ഭക്ഷണം കഴിച്ച അപ്പാട് കിടക്കുന്നുണ്ടോ ഇവര്, അല്ലേ? രാത്രിയിൽ എന്തൊക്കെ പണി ചെയ്ത് ഈ കഴിക്കുന്ന ഭക്ഷണം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദഹനം നടക്കണമെങ്കിൽ കുറേ സമയം എടുക്കും, അല്ലെ? 3.5 മണിക്കൂറോളം സമയം എടുക്കും. അതിനിടയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിച്ച് അരമണിക്കൂർ കഴിഞ്ഞ് കിടന്നു. കിടന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ, അതായത് കാൽസിഫിക്കേഷൻ എന്ന് പറയും, അതായത് നമ്മുടെ ബ്രെയിനിലേക്ക് നമ്മുടെ ബ്രെയിനിന്റെ ഡെവലപ്മെന്റ് ഒന്ന് കുറയുന്ന സമയത്ത് നമ്മുടെ കാൽസ്യം നമ്മുടെ രക്തക്കുഴലിൽ, അതായത് ഹാർട്ടിലേക്ക് വരുന്ന രക്തക്കുഴലുണ്ട്, ആ രക്തക്കുഴലിൽ ഈ കാൽസ്യം അടിഞ്ഞുകൂടും. അത് പെട്ടെന്ന് അടിഞ്ഞുകൂടുന്നതല്ല, കാലക്രമേണ അടിഞ്ഞുകൂടി നമുക്ക് ആർക്കും വരാൻ പോകുന്ന കാര്യമാണ്. പിന്നീട് നമുക്ക് എന്തെങ്കിലും ഒരു ജോലി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു വെയിലത്ത് നടന്നു പോകുമ്പോഴോ നമ്മൾ എന്തെങ്കിലും ഒരു കഠിനമായ പണിയെടുക്കുമ്പോഴോ നമ്മൾക്ക് ആ ഒരു BP പ്രഷർ ഇങ്ങോട്ട് പമ്പ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബ്ലോക്ക് വരുന്നതാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്, മറ്റൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമുക്ക് ഈ ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ECGയിൽ ഒരു വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് തരുന്ന മെഡിസിൻ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ലൈഫ് ലോങ് നമ്മൾ മെഡിസിൻ കഴിക്കണം. മാത്രമല്ല, നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് പിന്നെ പോയിട്ട് ധൈര്യത്തോടെ ഭക്ഷണം കഴിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. കാരണം എന്താണ്, ക്ലോപ്പിഡ്രോഗൽ എന്ന് പറയുന്ന ഒരു കണ്ടന്റും എക്കോസ്പിരിൻ എന്ന് പറയുന്ന 2 മെഡിസിൻ നിങ്ങൾ ലൈഫ് ലോങ് കഴിക്കണം. ഇതെന്താ ചെയ്യുന്നത്, എക്കോസ്പിരിൻ എന്താ ചെയ്യുന്നത്, ക്ലോപ്പിഡ്രോഗൽ എന്താ ചെയ്യുന്നത്? ക്ലോപ്പിഡ്രോഗൽ എന്ന് പറയുന്ന സാധനം ബ്ലഡിനെ തള്ളാനും എക്കോസ്പിരിൻ ബ്ലഡിനെ നേർപ്പിക്കാനാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഈ സാധനം കഴിക്കുമ്പോൾ മാത്രം അതൊന്ന് തള്ളും. നമുക്കറിയാം, ഒരു പൈപ്പിൽ ചെറിയൊരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ, ഒരു കരട് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ വെള്ളം അടിക്കുന്ന സമയത്ത് ആ എന്ത് ചെയ്യും, ആ പൈപ്പ് ലേശം ഒന്ന് വികസിച്ചിട്ട് അപ്പൊ പമ്പങ്ങ് തള്ളിപ്പോവും. പിന്നെ ആ കരട് അവിടെ തന്നെ ഉണ്ടാവും, അത് അപ്പൊ തള്ളിപ്പോവും. അപ്പൊ ഇതേപോലെയാണ് നമ്മുടെ മെഡിസിൻ കഴിക്കുമ്പോൾ ഒന്ന് തള്ളും, പിന്നെ അതിന്റെ ഡോസ് കഴിഞ്ഞു, പിന്നെ നമ്മൾ വീണ്ടും കഴിക്കുമ്പോൾ തള്ളും. ഇവിടെയാണ് നമ്മുടെ പ്രാധാന്യം. നമ്മുടെ കാൽസിഫിക്കേഷൻ, നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്ന ആ ഒരു രക്തക്കുഴലില് ഒരുപാട് കാൽസ്യം അടിഞ്ഞുകൂടുന്നത് നമ്മളത് അറിയുന്നില്ല. അപ്പൊ ഇങ്ങനെ അടിഞ്ഞുകൂടുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പൈപ്പിൽ കരട് കുടുങ്ങിക്കഴിഞ്ഞാൽ ഒരു 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 ചെറിയൊരു ഈർക്കിലി കൊണ്ടോ അല്ലെങ്കിൽ അതിന്റെ അറ്റത്തൊരു തുണി ചുരുട്ടിയിട്ടാണ് നമ്മൾ ഈ പൈപ്പിലേക്ക് കൂടി ഇട്ടിട്ട് ക്ലീൻ ചെയ്യുന്നതെങ്കിൽ എന്താവും, അത് വൃത്തിയാവും, അല്ലെ? പിന്നെ എന്താണ്, അവിടെ ഒരു ബ്ലോക്ക് ഇല്ല. അപ്പൊ അതുപോലെയാണ് നമ്മുടെ ഹൃദയത്തിന്റെ ടോണിക് ആയിട്ടുള്ള നമ്മുടെ അർജുന എന്ന് പറയുന്ന ഒരു ചെടിയുടെ വേര് നമുക്ക് ഹൃദയത്തിന്റെ ഹൃദയ ഒന്ന് മ്യൂട്ട് ചെയ്യണം. ഓക്കെ. അപ്പൊ ഹൃദയത്തിന്റെ ടോണിക് ആണെന്നും ഇത് ചെയ്യുന്നത് എന്താണെന്നറിയോ, ഇത് ക്ലോപ്പിഡ്രോഗൽ എന്താണോ ചെയ്യുന്നത് അതിന്റെ ഇരട്ടിയാണ്. കാരണം അവിടെ ക്ലീൻ ആക്കുകയാണ് ചെയ്യുന്നത്, അവിടെ വെറുതെ തള്ളലല്ല, അത് ചുരണ്ടി ക്ലിയർ ആക്കി അതിനെ അലിയിച്ച് കളിയാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഗാർലിക് പേള്, എക്കോസ്പിരിൻ എന്താണോ ചെയ്യുന്നത് അതിനേക്കാൾ 10 മടങ്ങാണ് നമ്മുടെ ഗാർലിക് പേള് തരുന്നത്. ഗാർലിക് പേള് എന്താ ചെയ്യുന്നത്, ബ്ലഡിനെ നേർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ബേബി ആസ്പിരിൻ എന്നാണ് യൂറോപ്യൻകാർ പറയുക, ബേബി ആസ്പിരിൻ, വെളുത്തുള്ളിനെ. ഇപ്പൊ നമ്മുടെ വെളുത്തുള്ളി നമ്മൾ എന്താണ് ചെയ്യുക, വെളുത്തുള്ളി നമ്മൾ കറിയിലിട്ട് കഴിക്കുന്ന സമയത്ത് ആ ഒരു ഇത് കിട്ടില്ല. നമുക്ക് പച്ചക്കോ നമുക്ക് ചുട്ട് തിന്നുമ്പോൾ മാത്രമാണ് നമ്മുടെ ഗാർലിക് പേളിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ പ്യുവർ ആയിട്ടുള്ള ഗാർലിക് പേള് നമുക്ക് തന്നിട്ടുണ്ട്, അല്ലേ? ഭക്ഷണത്തിന്റെ നമുക്ക് രാവിലെയും വൈകുന്നേരം ഭക്ഷണത്തിന്റെ കൂടെ ഒരു ഗാർലിക് പേള് കഴിക്കുക, രാവിലെയും വൈകുന്നേരം ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഒരു കാർഡിയോ ആക്റ്റീവ് കഴിച്ചിട്ട് നമ്മുടെ ഹൃദയത്തിന്റെ പമ്പിങ് ലെവലാക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇതൊന്നും ഒരു മെഡിസിൻ അല്ല, പക്ഷെ മെഡിസിൻ കഴിക്കാതെ ആജീവനാന്തകാലം ജീവിക്കാൻ പറ്റുന്ന ഒരു സംരക്ഷണമാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ തരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇനി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഹാർട്ട് അറ്റാക്കിന് വരുന്നുണ്ട്. ഇപ്പൊ ജസ്റ്റ് മനസ്സിലാക്കിയില്ലേ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള കാരണം എന്താണെന്നുള്ളത്. അപ്പൊ ഈ ഒരു പ്രശ്നമാണ് നമുക്ക് ഉണ്ടാവുന്നത്, കാൽസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആരോട് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്ത നേരത്തെ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏതാണ്, ആമവാദം. അതിനെന്താണ് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെ? അതിന് മറ്റൊന്നുമല്ല, ഞാനിവിടെ
ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് പ്രശ്നം എന്നുള്ളത്. ഇതേ അതായത് നമ്മളുടെ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ദഹനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഭക്ഷണത്തിലെ വേസ്റ്റ് പദാർത്ഥങ്ങൾ നമ്മുടെ സന്ധികളിൽ വന്ന് അടിഞ്ഞു കൂടുന്നതിനെയാണ് നമുക്ക് ആമവാദം അല്ലെങ്കിൽ പ്രശ്നങ്ങൾ. അതൊക്കെ നമുക്ക് പിന്നെ കൈ വരക്കാൻ പറ്റാത്തത് മടക്കാം, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഭയങ്കര വേദന, കൈ മടക്കാൻ പറ്റുന്നില്ല, സന്ധിവാദം. ഇനി ഓർത്തോ ആർത്രൈറ്റിസ് വേറെ, അതുപോലെ തന്നെ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് വേറെ, ഇങ്ങനെ ഒരുപാട് വാദങ്ങളുണ്ട് അല്ലെ, പിന്നെ പക്ഷവാദം. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ വാദങ്ങളുടെയും കോമ്പിനേഷനെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന, അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ തരുന്ന, നമുക്ക് പരിപൂർണമായിട്ടും ഒരിക്കലും പരിപൂർണമായിട്ടും മാറ്റിയെടുക്കാൻ തരുന്ന സപ്ലിമെന്റ് ആണ് ഇവിടെ ഉള്ളത്. നിങ്ങൾക്കറിയാം, നമുക്കിപ്പോ ഒരു വാദ ടൈപ്പുകൾ വന്നു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് മെഡിസിൻ എന്താ മെഡിസിൻ ഉള്ളത്? നിങ്ങൾ ഏത് ഡോക്ടറാണ് ഇതിന് മെഡിസിന്റെ പേര് പറഞ്ഞു തരിക? പ്രഗാബാലിൻ പോലത്തെ ടാബ്ലറ്റ് ആണ് എഴുതി തരിക. എന്താണ് അത് ചെയ്യുന്നത്? നമ്മൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മുടെ ബേസിക് ആണ് നമ്മൾ ക്ലിയർ ആക്കേണ്ടത്. നമ്മുടെ ആ കോശം, നമ്മുടെ ടോക്സിൻസിനെ കംപ്ലീറ്റ് ക്ലീൻ ചെയ്യാണ് വേണ്ടത്. ഓരോ സ്ഥലത്തുള്ള ഇതിനെ എടുത്ത് പുറന്തള്ളണം. എന്നിട്ട് അതിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. നമുക്കൊരു 3 മാസം to 6 മാസം കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുറേ കാലം മുമ്പേ ഉള്ള ഈ പ്രശ്നങ്ങളെ ഒരു 3-4 മാസം കൊണ്ട് നമുക്ക് പരിപൂർണമായിട്ട് മാറ്റാൻ വേണ്ടി സാധിക്കും. അല്ലാണ്ട് ഒറ്റ മാസം കൊണ്ടല്ല, 3 മാസം എടുക്കും. നമുക്ക് എത്രയോ വർഷങ്ങളായിട്ട് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും. അപ്പൊ ഇത് നമ്മൾ കൊടുക്കണമെങ്കിൽ നമുക്കറിയാം, സന്ധിവാദത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചെടിയാണ്, അതിന് ഏറ്റവും നല്ല പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ചെടിയാണ് ഷെല്ലഗി എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറയില്ലേ, എന്താണ്, കുന്തിരിക്കം. അപ്പോൾ ഈ കുന്തിരിക്കൊക്കെ ആമവാദത്തിന് നല്ലതാണെന്ന് പറയുമ്പോൾ ഇവിടെ ആലോചിച്ചൊക്കെ കുന്തിരിക്കം ഏത് സപ്ലിമെന്റിലാണ് ആഡ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ ഏത് സപ്ലിമെന്റിലാണ് ഉള്ളത്? ഇനി നമ്മുടെ ശരീരത്തിലെ വേസ്റ്റ് കംപ്ലീറ്റ്, വയറിന്റെ പ്രൊട്ടക്ഷൻ, വയറൊക്കെ വൃത്തിയാക്കി എല്ലാ പ്രൊട്ടക്ഷനും കൊടുക്കുന്ന നമ്മുടെ ഡീടോക്സിഫിക്കേഷൻ ഉണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 8ഓളം ആയുർവേദ കൂട്ടുകൾ അടങ്ങിയ നമ്മുടെ പരിപൂർണമായിട്ട് സർവീസ് ചെയ്ത് വൃത്തിയാക്കുന്ന ഡീടോക്സ് അല്ലെ, 8ഓളം ആയുർവേദ കൂട്ടുകളാണ്. അതിനകത്തേക്ക് തന്നെ നമുക്ക് നോക്കാം. അതിനകത്തേക്ക് മഞ്ഞൾ, അതുപോലെ തന്നെ ത്രിഫല, ഗോട്ടുകുല, കച്ചോളം, എന്താ പറയുക, ആര്യവേപ്പ് എന്നീ നിരവധി ഐറ്റംസ് നമ്മുടെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്, ശരീരം വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ഡീടോക്സ് നമുക്ക് തന്നിട്ടുള്ളത്. ഇത് നമ്മൾ വന്നതിന് ശേഷമല്ല, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ടോക്സിൻസ്, വെള്ളത്തിലെ പ്രശ്നങ്ങൾ മുഴുവനും നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഒന്ന് ഉള്ളിലുള്ള അവയവങ്ങളെ ഒന്ന് സർവീസ് ചെയ്യാനാണ് നമുക്ക് ഡീടോക്സ് തന്നിട്ടുള്ളത്. അപ്പൊ ആലോചിച്ച് നമ്മളത് കഴിക്കണ്ടേ? അപ്പം നമ്മുടെ ആരോഗ്യം, വേസ്റ്റ് എന്തെങ്കിലും ടോക്സിൻസിനെ കളയാൻ ഡീടോക്സ് നമ്മൾ കഴിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ രാവിലെയും വൈകുന്നേരം അത് കഴിക്കുക. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആണ് നോനി എന്ന് പറയുന്നത്. എന്താണ് ഈ നോനി? എല്ലാവരും നോനി ജ്യൂസിനെ പറ്റിയിട്ട് പല തരത്തിൽ ഇങ്ങനെ വർണ്ണിക്കുന്നുണ്ട് അല്ലെ. ഇന്ന് 150ഓളം ന്യൂട്രാസ്യൂട്ടിക്കൽസിലെ ഏക പഴമാണ് നോനി എന്ന് പറയുന്നത്. ഈ നോനി ഒരു അസുഖത്തിന് വരുന്ന മരുന്നല്ല. എന്നാൽ ഈ നോനി സർവ്വരോഗ സംഹാരിണിയാണെന്ന് പേരും പറയുന്നുണ്ട്. എന്താണ് ഇത് ചെയ്യുന്നത്? നമ്മുടെ മുഴുവൻ ശരീരത്തിലെയും അത് കോശങ്ങളെയും, അതായത് സെല്ലുകളെയൊക്കെ ആക്റ്റീവ് ആക്കുകയാണ് ചെയ്യുന്നത്. അതായത് ക്ലെൻസ് ചെയ്യുക. നമുക്കറിയില്ലേ, ഇപ്പോൾ എന്തുകൊണ്ടാണ് ക്യാൻസർ വരുന്നത്? നമ്മുടെ കോശങ്ങൾ ഡാമേജ് ആവുന്നത് കൊണ്ടാണ്. നമുക്കറിയില്ല എവിടെയാണ് ചലനശേഷി നഷ്ടപ്പെട്ടു പോകുന്നത്, എന്തുകൊണ്ടാണ് നമുക്ക് അറിയാത്ത, എവിടെയാണെന്ന് ഒരിക്കലും അറിയില്ല. അവിടെ നമുക്ക് എന്ത് ചെയ്യും? ഇത്തരത്തിലുള്ള ക്യാൻസറിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതിനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടും, തൊണ്ടയുടെ ഇൻഫെക്ഷൻ മാറാൻ വേണ്ടിയിട്ടും എല്ലാ ശരീരത്തിലെ അവയവങ്ങളെയും ക്ലെൻസ് ചെയ്യും. പോയിട്ട് അവിടെയൊക്കെ പോയിട്ട് ഒന്ന് അനക്കി വിട്ടു. അപ്പോൾ അങ്ങനെ മുട്ടിന്റെ അടുക്ക പോയിട്ട് ഒന്ന് ഇതാക്കി. അപ്പൊ എല്ലാവരുടെയും നമുക്ക് നടുവിന്റെ അടുത്ത് പോയി, തൊണ്ട. അപ്പൊ ഈ തൈറോയിഡ് ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ ഇത് കഴിക്കുന്ന സമയത്ത് തൈറോയിഡ് ഗ്രന്ഥിക്കൊക്കെ ഒരു 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 ക്ലെൻസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു എനർജി, നടുവിനാണെങ്കിൽ നടുവേദന ചെറുതായിട്ട് മാറുന്നത് പോലെ തോന്നും. ഇതൊക്കെയാണ് ഇത് നോനിയുടെ ഗുണം. അപ്പൊ നോനി നിർബന്ധമാണ്. നോനി നമുക്ക് ഈ പറയുന്ന ഡീടോക്സിഫിക്കേഷനും ഈ കാര്യങ്ങളും, ഈ ഒരു കാര്യങ്ങൾ കഴിക്കുമ്പോൾ കുറച്ചും കൂടി പെട്ടെന്ന് ആക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നോനി പോയിട്ട് എല്ലാവരുടെയും ഒന്ന് ക്ലെൻസ് ചെയ്യും. അതുകൊണ്ട് തന്നെ സർവ്വ രോഗത്തിനുമുള്ള ഒരു ഔഷധമാണ് നോനിപ്പഴം. അതുകൊണ്ട് ഇത് എല്ലാവരും, അബ്ദുൽ കലാമിന്റെ വീഡിയോയിൽ പറയുന്നുണ്ട്, ഇന്ത്യക്കാരിൽ 10 വയസ്സുള്ള എല്ലാ കുട്ടികളുടെയും ശരീരത്തിൽ നോനിപ്പഴത്തിന്റെ എക്സ്ട്രാക്ട് ഉണ്ടായിരിക്കണം എന്ന് പറയാൻ കാരണം എന്താണ്? അതിന് അത്രയും പ്രാധാന്യമുണ്ട് അതിന്. പിന്നെ അടുത്തത് ബി കോംപ്ലക്സ് കഴിക്കണം. എന്താണ് ബി കോംപ്ലക്സ്? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ബി കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറിലെ, അതായത് നേരത്തെ പറഞ്ഞ നമ്മുടെ വയറിലെ എൻസൈം ഗ്രന്ഥികൾ, 11 എൻസൈം ഗ്രന്ഥികളുടെയും പ്രവർത്തനത്തിന് വേണ്ട ഇഗ്നീഷ്യം കീ ആണ് ബി കോംപ്ലക്സ്. ആ ബി കോംപ്ലക്സിൽ 8 തരത്തിലുള്ള കോംപ്ലക്സ് അടങ്ങിയതാണ്. ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, തയാമിൻ, റിബോഫ്ലാവിനും, നിയാസിനും അല്ലെ, പാന്തോത്തിനേറ്റും, ബയോട്ടിനും, കൊബാൾമിനും, ഫൊളൈറ്റും. ഇതെല്ലാം, ഫൊളൈറ്റ് എന്നാണ് നമ്മുടെ രക്തം ഉൽപ്പാദിപ്പിക്കുന്ന, അബ്സോർബിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത് വളരെ പ്രധാനപ്പെട്ടതല്ലേ. അപ്പൊ ഇതൊക്കെ നമ്മുടെ എൻസൈം ഗ്രന്ഥി, വയറിലെ എൻസൈം ഗ്രന്ഥികളിൽ എനർജി കൊടുക്കുന്ന
ബി കോംപ്ലക്സ് നമ്മൾ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രസവിച്ച് വരുന്ന കുട്ടികൾക്ക് ഡോക്ടർമാർ പണ്ട് കാലങ്ങളിൽ ഇന്ന് കൊടുക്കില്ല, കാരണം ഇന്ന് ഡോക്ടർമാർക്ക് രോഗികളെ കിട്ടണം. അന്ന് അങ്ങനെയല്ല. അന്ന് ചെറിയ കുഞ്ഞുങ്ങൾക്ക് തുള്ളി മരുന്നായിട്ട് കൊടുത്തിരുന്ന സാധനമാണ് ബി കോംപ്ലക്സിന്റെ സിറപ്പുകളും ഇവിയോൺ ഡ്രോപ്സുകളൊക്കെ. അപ്പൊ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബി കോംപ്ലക്സ് നമ്മുടെ ആമാശയത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ഉൽപാദനത്തിന് വരെ നമുക്ക് വേണ്ടതാണ് ബി കോംപ്ലക്സ്. അപ്പൊ നമ്മൾ ഈ ആമവാദത്തിന് ബി കോംപ്ലക്സ് മസ്റ്റ് ആണ്. കാരണം ഭക്ഷണത്തിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തുകൊണ്ട് വരണം. നേരത്തെ പറഞ്ഞ ഗ്ലൂക്കോസാമിനകത്ത് അകത്ത് ഷെല്ലകി മുതൽ നമ്മുടെ സൈനോവിൽ ഫ്ലൂയിഡ് മുതൽ കുർക്കുമിൻ ഉണ്ട്. കാരണം മഞ്ഞളിനേക്കാളും മഞ്ഞളിന്റെ എക്സ്ട്രാക്റ്റ് ആണ് കുർക്കുമിൻ. കാരണം ബോൺ ക്യാൻസർ പോലുള്ള പ്രശ്നങ്ങൾ എല്ലിന് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുർക്കുമിനും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. വളരെയുമ്പോൾ ഇതെങ്ങനെയാണ് ഈ കോമ്പിനേഷൻ നമുക്ക് ഒരു ദൈവികത പോലെയാണ് നമുക്ക് ഈ പ്രോഡക്റ്റ് കിട്ടിയിട്ടുള്ളത്. ഇതിനറിയാത്തത് കൊണ്ടാണ്. ഒരാൾക്ക് ഇതിനെപ്പറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ പൂജിക്കും. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ പ്രോഡക്റ്റ് തന്നിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. പിന്നെ മൂന്നാമത്തേതാണ് ഫ്ലാക്സ് ഓയിൽ. ഫ്ലാക്സ് ഓയിലാണ് ഒമേഗ 3 ആണ്. അപ്പോൾ ഒമേഗ 3 മസ്റ്റായിട്ടും എന്ത് ചെയ്യണം, പിന്നെ നമുക്ക് ഈ എന്താണ് നമ്മുടെ ബാറ്ററിയുടെ ചാർജർ പോലെ നമ്മുടെ ന്യൂറോസ് ഇതിലെ ബ്ലഡിന്റെ ഡയമേജ് മാറ്റുന്ന സംഭവമാണ് ഫ്ലാക്സ് ഓയിൽ എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പം ബ്രസ്റ്റിലേക്കുള്ള നെർവ്സിന്റെ അതുപോലെ തന്നെ ബ്രെയിനിലേക്കുള്ള എല്ലാ സ്ഥലത്തേക്കുള്ള ആ ഒരു ന്യൂറോനെ ഡയമേജ് ആക്കാതെ കറക്റ്റ് ഫംഗ്ഷനിലേക്ക് കൊണ്ടുവരാൻ ഫ്ലാക്സ് ഓയിൽ വേണം. അത് ഒമേഗ 3 വേണം. അപ്പൊ അത് നമ്മൾ ജീവിതത്തിന്റെ ഭാഗമാക്കണം ഒമേഗ 3 ഒക്കെ. അപ്പൊ ഇതൊക്കെ നമ്മൾ ചെയ്യാം. കൂടാതെ ഇതിന്റെ കൂടെ ഒരു ഇൻഡയറക്റ്റും കൂടി കഴിക്കുകയാണെങ്കിൽ വളരെ ഫാസ്റ്റ് ആണ്. നമ്മുടെ ശരീരത്തിൽ എന്താണ് എൻസോജിനോൾ എന്ന് പറയുന്ന കണ്ടന്റ് ആണ് നമ്മുടെ കാൽപാദം മുതൽ മേൽപോട്ടുള്ള ബ്ലഡിനെ പമ്പ് ചെയ്യുന്നത്. കാൽപാദം മുതൽ മേൽപോട്ടുള്ള അശുദ്ധ ബ്ലഡിനെ പമ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഹാർട്ടിന്റെ പ്യൂരിഫിക്കേഷൻ നടത്തിക്കൊണ്ട് നമുക്ക് ആ പ്രഷർ മേൽപോട്ട് ഒരു നിന്ന് ജോലി ചെയ്യുന്ന വ്യക്തിക്ക് മേൽപോട്ടേക്ക് ബ്ലഡ് പമ്പ് ചെയ്യണമെങ്കിൽ പ്രഷർ വേണം. ഈ പ്രഷറാണ് എൻസോജിനോൾ എന്ന് പറയുന്ന കണ്ടന്റ്. അതിൽ നമ്മുടെ പണ്ടുള്ള മാതള നാരങ്ങയുടെ തൊലിയിലൊക്കെയാണ് എൻസോജിനോൾ ഉണ്ടായിരുന്നത്. എന്നാൽ ഏറ്റവും കൂടുതൽ എൻസോജിനോൾ ഉള്ള ഏറ്റവും നല്ലത് ന്യൂസിലാൻഡിലെ പൈൻ മരത്തിന്റെ തൊലിയിലാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടാണ് നമുക്ക് ഇന്റലക്ട് തരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകളൊക്കെ നമ്മുടെ വെരിക്കോസ് വരില്ല, മൈഗ്രെയിൻ വരില്ല, പൈൽസ് വരില്ല. ഇതിനൊക്കെ സ്കിന്നിന്റെ പ്രൊട്ടക്ഷൻ ഒക്കെ ഇന്റലക്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് ചെയ്യാം. ഇനി അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള വാദങ്ങളൊക്കെ വന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ അവർക്ക് പിന്നെ ജിഞ്ചിവാലിസ് ബാക്ടീരിയ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ വായിലുണ്ടാവും അല്ലെ. ഈ വായിലുണ്ടാകുന്ന സമയത്ത് അതിനെ റിമൂവ് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പൊ എന്ത് വേണം, നമുക്ക് ഈ തവിടെണ്ണ നമുക്ക് ഒമേഗ 3 ആണ്. നമുക്കത് കുറച്ച് വായിലെടുത്തിട്ട് ഒരു 3, 4, 5 മിനിറ്റ് വായിൽ തവിടെണ്ണ എടുത്ത് പിടിച്ചിട്ട് കുറച്ച് സമയം വച്ച് കഴിഞ്ഞിട്ട് തുപ്പിക്കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ജിഞ്ചിവാലിസ് പോലത്തെ ബാക്ടീരിയ ഇല്ലായ്മ ചെയ്യും. നമുക്ക് വായിക്ക് പറഞ്ഞ പ്രൊട്ടക്ഷൻ തരും. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. അതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ആമവാദം ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഈ ഒരു കോമ്പിനേഷനിൽ ഞാനിത് വിട്ടുപോയതാണ്. അപ്പോൾ പ്രോബയോട്ടിക് ക്യാപ്സ്യൂൾ, കാരണം ഇപ്പോൾ അടുത്ത് വന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ക്യാപ്സ്യൂൾ വന്ന സമയത്ത് ഞാൻ പറയും, നിങ്ങൾ ഈ ഒരു അസുഖം വന്നിട്ടില്ലെങ്കിലും പ്രോബയോട്ടിക് ക്യാപ്സ്യൂൾ കഴിക്കണം. കാരണം എന്താണ്, നമ്മുടെ വയറിലെ ഈ എന്താണ് നമുക്ക് വേണ്ട ബാക്ടീരിയ പ്രോ ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന ഈ പറയുന്ന എല്ലാത്തിനുമുള്ള ബാക്ടീരിയ നശിച്ചു പോകുന്നത് എങ്ങനെയാണ്? നമ്മൾ പലതരത്തിലുള്ള ഗുളികകൾ ഇംഗ്ലീഷ് മെഡിസിൻ കഴിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ടോക്സിൻസുള്ള ഭക്ഷണം കഴിക്കുന്ന സമയത്തോ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയുന്ന സമയത്ത് നമ്മുടെ ഈ ബാക്ടീരിയ നശിച്ചു വരുമ്പോൾ പ്രോ ആക്റ്റീവായിട്ടുള്ള ബാക്ടീരിയനെ കടത്തിവിടുക വേണ്ടേ, വേറൊന്നല്ല അല്ലെ. സന്നദ്ധനായ ആ ബാക്ടീരിയനെ കടത്തി വയറ്റിലേക്ക് വിടുക. അതിന് വേണ്ടിയിട്ടാണ് പ്രോബയോട്ടിക് ക്യാപ്സ്യൂൾ നമുക്ക് തന്നിട്ടില്ല. ഡെയിലി ഒന്ന് വെച്ച് കഴിക്കുക. അതൊക്കെ എത്ര നമുക്ക് വയറിന്റെ പ്രൊട്ടക്ഷൻ തരുന്ന അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വീടിന്റെ മെയിൻ സ്വിച്ച് ആണ് നമ്മുടെ വയറ്. അവിടുന്നാണ് നമ്മുടെ കറണ്ടും കാര്യങ്ങളൊക്കെ വരുന്നതെങ്കിൽ ഇമ്പോർട്ടന്റ് വയറാണ്. ഈ വയറിൽ നിന്ന് വരുന്ന ഇത്തരത്തിലുള്ള ഓരോ പ്രശ്നങ്ങളുമാണ് നമ്മുടെ ജീവിതത്തിന്റെ ലൈഫ് സ്റ്റൈൽ മാറ്റിയെടുക്കുന്നത്. ഇതെല്ലാം എന്റെ അടിച്ചു കാച്ചു. അപ്പോ എല്ലാവരും ഒരു മിനിറ്റ് ഇപ്പം ഞാൻ
അപ്പൊ ഇത്രയും പറഞ്ഞ സമയം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഇങ്ങനെയുള്ള ഭക്ഷണ രീതി കൊണ്ട് ഇപ്പൊ എല്ലാം പ്രായമുള്ള അമ്മമാരും എല്ലാവരും നമ്മുടെ മുമ്പിൽ കാണുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങളൊക്കെ എങ്ങനെയാ ഭക്ഷണം കഴിക്കുന്നത്, എപ്പോഴാ കഴിക്കുന്നത്, എപ്പോഴാ കിടന്നുറങ്ങുന്നത്. അപ്പൊ നമ്മുടെ ഈ പ്രശ്നങ്ങൾക്ക് മുഴുവനും കാരണം നമ്മൾ തന്നെ ഉണ്ടാക്കി വെക്കുന്നത്, ശരിയല്ലേ? അപ്പൊ നമ്മൾ ഇനി അങ്ങോട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുക. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇന്നിപ്പോ നമുക്ക് സപ്ലിമെന്റ്, മോദിക്കേന്റെ സപ്ലിമെന്റ് ഒരു വില മതിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്, കാരണം അത്രയും പ്രൊട്ടക്ഷനോടെ നമുക്ക് തരുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ വാങ്ങി ഉപയോഗിക്കുക. അപ്പൊ ആമപാദത്തിന് എന്ത് കൊടുക്കുക, കറക്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുക. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഷുഗറുമായിട്ട് ബന്ധപ്പെട്ട് തികച്ചും പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവര് നമ്മുടെ ടീമിലുള്ള കുറെ ആൾക്കാർ പറഞ്ഞു, സാർ കംപ്ലീറ്റ് ആക്കിയില്ല, സമയം പോയത് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ നമുക്കറിയാം ഒരു 240 മുകളിലൊക്കെ ഷുഗറുള്ള വ്യക്തികൾക്ക് ഡോക്ടർമാര് 2 മെഡിസിൻ എഴുതും. നിങ്ങൾ ആലോചിക്കുക, മെറ്റ്ഫോർമിൻ വിത്ത് ഗ്ലിമിപ്രൈഡ് 2 മെഡിസിൻ എഴുതും. എന്താണ്? കാരണം മെറ്റ്ഫോർമിൻ ടാബ്ലറ്റ് മാത്രം എഴുതിയവർക്ക് ആ മെറ്റ്ഫോർമിൻ കഴിച്ച് ഒരിക്കലും ഷുഗർ കുറയില്ല. അടുത്ത സ്റ്റേജ് രണ്ടാമത്തെ ഗുളികയിലേക്ക് മാറുകയാണ് ചെയ്യുക. അതിന്റെ മുകളിൽ ഗ്ലിമിപ്രൈഡ്, അതായത് ഗ്ലിംസിലൈഡ്, ഗ്ലൈസൈഡ് ഇതൊക്കെ പറയും. അതിന്റെ കണ്ടന്റ് ആണ് ഗ്ലിമിപ്രൈഡ് എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ ഗ്ലൂക്കോ ഹെൽത്തിന്റെ അകത്ത് കൈപ്പക്ക ജ്യൂസിന്റെ കൂടെ ആഡ് ചെയ്ത ഒരു സാധനമുണ്ട്, അല്ലെ? ജാമൻ എന്ന് പറയുന്നത്. അതെ, ഞാവൽപ്പഴത്തിന്റെ കുരുവാണ്. ഞാവൽപ്പഴത്തിന്റെ കുരു പൊടിച്ചിട്ടാണ് അതിനകത്ത് ആഡ് ചെയ്യുന്നത്. ജാംബോലിൻ, ജാംബോസിൻ എന്ന് പറയുന്ന 2 കണ്ടന്റ് ആണ് അതിൻ്റെ അകത്തുള്ള ഇൻഗ്രീഡിയന്റ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അത് ഈ മെറ്റ്ഫോർമിനും ഗ്ലിമിപ്രൈഡും ചെയ്യുന്നതിന്റെ നേരെ ഇരട്ടി ഗുണമാണ് അത് ചെയ്യുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അപ്പൊ ആ ഒരു സാധനം നമ്മൾ രാവിലെയും വൈകുന്നേരവും വെച്ചിട്ട് വെറും വയറ്റിൽ അങ്ങനെ കഴിച്ചിട്ട് ഒരു 3 മാസം ടു 6 മാസം, ഇനി എത്ര ഷുഗറുള്ള വ്യക്തിയും ഒരു 6 മാസം കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചാൽ ലൈഫ് ലോങ് ഷുഗർ മരുന്ന് കഴിക്കുന്ന ആൾക്കാർക്ക് പിന്നെ അത് ഗുളികയുടെ വേണ്ടിയില്ല. ഇത് ഞാൻ തരുന്ന ഉറപ്പാണ്. അപ്പൊ അത്രയും, കാരണം എൻ്റെ കൈകൊണ്ട് ഒട്ടനവധി ആളുകൾക്ക് ഷുഗറിന്റെ ഗുളിക എടുത്ത് കൊടുത്ത് അവരൊക്കെ ലാസ്റ്റ് എങ്ങനെ വരുന്നത്? അതായത് ക്രിയാറ്റിൻ മാറി, കിഡ്നിക്ക് പ്രശ്നം, വയറിന് പ്രശ്നം, മറ്റേത് പ്രശ്നം, അതൊക്കെ മാറി, മറ്റേത് മാറി. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ആ റൊട്ടേഷനാണ്, സർക്കുലറാണ്, ഇങ്ങനെ കറങ്ങി. കാരണം അവിടെ പിടിവിട്ടു കൊടുത്താൽ പിന്നെ രക്ഷയില്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ചുറ്റും ഒരു വികസനം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വരുന്നത് ഹോസ്പിറ്റലാണ്. അത് വികസനമാണോ? നമ്മൾ ആലോചിക്കുക, വികസനമാണോ? അല്ല. നമ്മുടെ നാട്ടിൽ ആരോഗ്യമില്ല എന്നുള്ളതാണ് വികസനമല്ല, ആരോഗ്യമില്ലായിരിക്കും, അതന്നെയാണ്. ഇനി നിങ്ങൾക്കൊരു നിങ്ങളൊന്ന് അഭിനയിച്ചോ, ഒരു നെഞ്ചുവേദന പോലെ നിങ്ങളൊന്ന് അഭിനയിച്ചോ, വെറുതെ അഭിനയിച്ചോ, ഡോക്ടർമാരുടെ അടുത്ത് കൊണ്ടുപോയിക്കോ. പിന്നെ നിങ്ങളുടെ കയ്യിൽ അവർ തരില്ല, നിങ്ങളുടെ കുടുംബക്കാർക്ക് പോലും തരില്ല. നിങ്ങളെ ലാസ്റ്റ് ഒന്നിക്കല് ആൻജിയോഗ്രാമോ ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ട് നിങ്ങളെ കിട്ടുക. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇന്നത്തെ കാലം അതാണ്. കാരണം ഒരു മെഡിസിൻ ഉപയോഗിച്ചിട്ട് അതിന്റെ എന്തെങ്കിലും ഒരു റിസൾട്ട് കിട്ടാൻ സമയമില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മളൊരു ഉപകരണമായി മാറാതെ നമുക്ക് വേണ്ട എല്ലാ ഭക്ഷണവും ഒരു സദ്യ, വിലമതിക്കാൻ പറ്റാത്ത സദ്യയാണ് നമുക്ക് ഈ സപ്ലിമെന്റുകൾ തന്നിട്ടുള്ളത്. ഓരോ സപ്ലിമെന്റും നമുക്ക് ഏറ്റവും വിലപ്പെട്ടതാണ്. ഇത് നമ്മുടെ മേശേന്റെ മുകളിൽ വെക്കുക, നമ്മൾ കഴിക്കുന്ന ഡൈനിങ് ടേബിളിന്റെ മുകളിൽ വെച്ചിട്ട് ഓരോന്നോരോന്ന് കഴിക്കുക, നല്ലപോലെ വെള്ളം കുടിക്കുക, ആവശ്യത്തിന് നല്ലപോലെ ഉറങ്ങുക, കുറച്ച് എക്സസൈസ് എടുക്കുക. നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു രാത്രി ശുഭരാത്രി ആയിരിക്കും. നല്ല സ്വപ്നങ്ങൾ കാണുക, നല്ല ഉറങ്ങുക. ഇങ്ങനെയുള്ള എല്ലാവർക്കും ഐശ്വര്യവും സമൃദ്ധിയും സമ്പത്തും എല്ലാം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും ഒന്ന് മ്യൂട്ട് ചെയ്തിട്ട് എനിക്ക് ഒരു കയ്യടി തരാം. Thank you. Thank you. Thank you, sir. Thank you. Super presentation. Thank you so much. Thank you, sir. രാത്രിയാണ് Thank you, sir. Thank you very much. Thank you, sir.